സ്പെയിനിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ കത്തോലിക്ക ദേവാലയമായ ജെറസിലെ സാൻ മിഗുവേൽ അഗ്നിക്ക് ഇരയാക്കാൻ ശ്രമം. ജനുവരി 25-ന് രാത്രിയോടെയാണ് സംഭവമുണ്ടായത്. പ്രാദേശിക മേയറായ മരിയ ജോസ് ഗാർസിയ പെലയോ ആക്രമണ സംഭവത്തെ അപലപിക്കുകയുണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾക്കും ദേവാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ജനുവരി 25 രാത്രിയിലാണ് സ്പെയിനിലെ ചരിത്രപ്രസിദ്ധ കത്തോലിക്ക ദേവാലയമായ ജെറസിലെ സാൻ മിഗുവേൽ പള്ളി അഗ്നിക്കിരയാക്കാൻ ശ്രമിച്ചത്. 6 നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ പൈതൃക നിർമ്മിതികളിൽ ഉൾപ്പെടുന്ന ദേവാലയമാണ് ജെറസിലെ സാൻ മിഗുവേൽ ദേവാലയം. പള്ളിയുടെ പ്രവേശന കവാടങ്ങളിൽ ഒന്നിന് തീയിടാനുള്ള ശ്രമം പ്രദേശവാസികളുടെ അവസരോചിതമായ ഇടപെടലിൽ ഒഴിവായിരുന്നു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ജനുവരി 26-ന് പുലർച്ചെ ദേവാലയത്തിന്റെ മറ്റൊരു വാതിലിൽ തീപിടുത്തമുണ്ടാവുകയായിരുന്നു. ഇത്തവണ അഗ്നിശമന സേനയുടെ ഇടപെടലിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതെന്ന് വിയന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒബ്സർവേറ്ററി ഓഫ് ടോളറൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ക്രിസ്ത്യൻസ് ഇൻ യൂറോപ്പ് സംഘടന വ്യക്തമാക്കി. 2 സമയങ്ങളിലായി നടന്ന ഒരേ സംഭവം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ദേവാലയം രണ്ടാമത് തീയിടാനുള്ള ശ്രമത്തിനു മുന്നോടിയായി തീ പടരുന്നത് എളുപ്പവും സുഗമവുമാക്കുന്നതിന് വാതിലിന്റെ വിള്ളലുകളിൽ പേപ്പർ കഷ്ണങ്ങൾ നിറച്ചിരുന്നതായും ഇത് പള്ളിക്കകം മുഴുവൻ വലിയ പുക ഉയരാൻ കാരണമായെന്നും OIDAC വ്യക്തമാക്കി. സാൻ മിഗുവേൽ ദേവാലയത്തിനു നേരെ നടന്ന ഈ ആക്രമണ സംഭവത്തെ പ്രാദേശിക മേയറായ മരിയ ജോസ് ഗാർസിയ പെലയോ അപലപിച്ചു. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ആക്രമണ സംഭവമാണെന്നും തീപിടുത്തമുണ്ടായത് വളരെ നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം സമീപ വർഷങ്ങളിലായി യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾക്കും ദേവാലയങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. OIDAC യൂറോപ്പ് 2024-ൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം 35 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നായി 2444 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ നടന്നതായിട്ടാണ് കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.